ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്റർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങൾക്ക് മലയാളം സെക്കൻഡിൽ പഠിക്കുന്ന ഒരു മനോഹരമായ എന്നാൽ വായനയിൽ ചിരി ഉണർത്തുന്ന ഒരു സുന്ദരമായ കഥയുണ്ടല്ലോ. ഏതാണ്? മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അക്ബർ കക്കട്ടിൽ എഴുതിയ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നൊരു മനോഹരമായ കഥ അല്ലേ. പൂച്ചയിലടാ, പൂച്ച കിണറ്റിൽ വീഴുമല്ലേ. പൂച്ചയില്ലേ, ഈ പൂച്ച എപ്പോഴും വെറുതെ ഇരിക്കില്ല, ഇതെന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു പൂച്ച കിണറ്റിൽ വീണു. അപ്പോൾ ഈ കിണറ്റിൽ വീണപ്പോൾ ആ പൂച്ചയെ രക്ഷിക്കാനായി ആൾക്കാരുടെ ശ്രമം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓടി വന്നിട്ട് പറയാണ്, ഈ പൂച്ചനെ രക്ഷിക്കണം. ഉണക്കമീനൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കിണറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ പൂച്ച പാത്രത്തിൽ കയറിയിട്ട് നമുക്ക് ആ പാത്രത്തിൽ പൊന്തിച്ചാൽ പൂച്ച രക്ഷിക്കാം. ഇനി പൂച്ച കിണറ്റിൽ വീണല്ലോ, പൂച്ചയുടെ രോമമൊക്കെ കിണറ്റിലായി, ആ വെള്ളം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു പൂച്ച ഉണ്ടാക്കിയ ഒരു ബഹളമാണ് അക്ബർ കക്കട്ടിലിൻ്റെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാമെന്ന കഥ നമ്മോട് പറയുന്നത്. സെറ്റാണോ മക്കളെ? ഇപ്പം നിങ്ങൾ ഈ കഥ പഠിക്കുമ്പോൾ ഇത് എഴുത്തുകാരൻ്റെ അനുഭവമാണ്. എഴുത്തുകാരൻ തന്നെയാണ് ഈ കഥയിലെ കഥാപാത്രമായി കടന്നു വരുന്നത്. എഴുത്തുകാരൻ പ്രസംഗിക്കാൻ വേണ്ടി ഒരു സാംസ്കാരിക പരിപാടിക്ക് പോകാൻ തയ്യാറാവുകയാണ്. വലിയ പ്രസംഗികനാട്ടോ, വലിയ ആളാണ് എഴുത്തുകാരൻ. ഇപ്പോൾ എഴുത്തുകാരൻ അക്ബർ കക്കട്ടിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ ഗാനമേള ഉണ്ട്. ആ ഒരു പരിപാടിയിൽ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മ പറയാണ്, എടാ കിണറ്റിലൊരു പൂച്ച വീണിട്ടുണ്ട് എന്ന്. ഉമ്മ പറഞ്ഞു, കിണറ്റിലൊരു പൂച്ച വീണിട്ടുണ്ട് എഴുത്തുകാരാ, അക്ബർ കക്കട്ടിലെ അക്ബറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അക്ബർ പോയിട്ട് പൂച്ചനെ നോക്കാൻ പോയി. പൂച്ചനെ നോക്കാൻ പോകുമ്പോൾ അക്ബറിന് സംസാരിക്കാൻ അറിയൂ, പ്രവർത്തിക്കാൻ അറിയില്ല. അദ്ദേഹത്തിന് പൂച്ചനെ എടുക്കാൻ അറിയില്ല. ഇപ്പോൾ ഉമ്മ ഒരുപാട് കളിയാക്കിയാണ്, നിനക്ക് പ്രസംഗിക്കാൻ മാത്രമേ അറിയൂ, നിനക്ക് പൂച്ചേനെ രക്ഷിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. നിൻ്റെ ഭാര്യ, നിൻ്റെ വൈഫ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് ആര് പറയാണ്? അക്ബർ കക്കട്ടിൽ ഉമ്മ പറയാണ്. അങ്ങനെ അക്ബർ കക്കട്ടിലിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഈ പൂച്ചയെ രക്ഷിക്കുകയും അവസാനം ഈ പൂച്ച വേറെ ആൾക്കാരുടെ വീട്ടിലെ കിണറ്റിലൊക്കെ വീഴുകയും ചെയ്യുന്ന ഒരു കഥ പറയുകയാണ്. നമ്മുടെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ രക്ഷിക്കാമെന്ന ഈ ചെറിയൊരു കഥ. സാറ് ഈ കഥ എടുക്കാൻ മുമ്പിൽ കഥ എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ കഥ വിശദമായി എടുത്താലോ മക്കളെ? സെറ്റ്. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. അക്ബർ കക്കട്ടിലിൻ്റെ മനോഹരമായ ചിരി ഉണർത്തുന്ന ഒരു കഥയാണ് ഈ കഥ. അക്ബർ കക്കട്ടിൽ. നമുക്ക് ആദ്യം നമ്മുടെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം മക്കളെ. നമുക്ക് ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു അക്ബർ കക്കട്ടിൽ. അതിന് മലയാളത്തിൽ ചെറുകഥാകൃത്തായിരുന്നു അക്ബർ കക്കട്ടിൽ. ജൂലൈ 7, 1954 ജനിക്കുകയും 2016 ഫെബ്രുവരി 17 മരിക്കുകയും ചെയ്തു. നർമ്മം കൊണ്ട് മധുരമായ ശൈലിയാണ് ഈ എഴുത്തുകാരൻ്റെ സവിശേഷത. നർമ്മം, ചിരിയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സവിശേഷത. വായനക്കാരിൽ ചിരി ഉണർത്തുകയാണ് എഴുത്തുകാരൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. കഥ, നോവൽ, ഉപന്യാസം എന്നീ വിഭാഗങ്ങളിലായി നിരവധി രചനകൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അവാർഡ് 2 തവണ കേരള സാഹിത്യ അവാർഡ് കിട്ടിയിട്ടോ. സ്കൂൾ ഡയറി 1992 വടക്ക് നിന്നൊരു കുടുംബ വൃത്താന്തം 2003 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. മുണ്ടശ്ശേരി അവാർഡ് അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അധ്യാപക കഥകൾ എന്നൊരു പ്രസ്ഥാനത്തിന് തന്നെ മലയാളത്തിൽ രൂപം നൽകുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു. പാഠം 30 എന്ന പേരിൽ അക്ബർ എഴുതിയ സർവീസ് കഥകൾ മലയാളത്തിലെ ആദ്യത്തെ അധ്യാപക സർവീസ് സ്റ്റോറിയായി വിലയിരുത്തപ്പെടുന്നു. അത്തരത്തിലെ അധ്യാപക കഥകൾ എഴുതി, ചിരി ഉണർത്തുന്ന കഥകൾ എഴുതി മലയാള സാഹിത്യത്തിന് തന്നെ മുദ്ര പതിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് അക്ബർ കക്കട്ടിൽ. മക്കളെ, അക്ബർ കക്കട്ടിലിൻ്റെ ഈ കഥയായ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ രക്ഷിക്കാമെന്ന കഥയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഈ കഥയുടെ ഒരു ആശയം സാറ് പ്രധാനമായി ചുരുക്കിയൊന്ന് പറഞ്ഞുതരാം കേട്ടോ. മലയാളത്തിലെ രസികനായ എഴുത്തുകാരിൽ ഒരാളാണ് അക്ബർ കക്കട്ടിൽ. തൻ്റെ രസകരമായ കഥകൾ എന്ന പേരിൽ നർമ്മത്തിൽ ചാലിച്ച ചിന്താനുറുങ്ങുകളാണ് കക്കട്ടിലിൻ്റെ കഥകളിൽ കാണുന്നത്. ഇവിടെയും തലക്കെട്ടിൻ്റെ പൊരുൾ തന്നെ കഥയുടെ ഉള്ളറിവുകൾ തെളിയുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും നിസ്സാരമായ കാര്യം പോലും പ്രായോഗികമായി ചെയ്യാൻ കഴിയില്ല എങ്കിലും വലിയ വീമ്പ് പറഞ്ഞു നടക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും. ഇത്തരത്തിൽ ചില മനുഷ്യരുടെ കഥയാണ് അക്ബർ കക്കട്ടിൽ വളരെ നന്മബോധത്തോടെ ചിത്രീകരിക്കുന്നത്. അല്ല മക്കളെ? അപ്പോൾ അക്ബർ നമ്മുടെ ഈ കഥ എഴുതിയത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ ചെയ്യും, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ.
അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഈ കഥയിലൂടെ ആര് പറയുന്നത്? നമ്മുടെ അക്ബർ കക്കട്ടിൽ പറയുന്നത്. എല്ലാ കാര്യവും ഭയങ്കരമായിട്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ അറിയില്ല. അത്തരത്തിൽ വീമ്പളക്കുന്ന പുളുവളക്കുന്ന ആൾക്കാരെ ഒന്ന് വിമർശിക്കുകയാണ് അക്ബർ കക്കട്ടിൽ. കാരണം ഇവിടെ കഥാപാത്രമായി വരുന്നത് അക്ബറും അക്ബർ കക്കട്ടിലും അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹം നാട്ടുകാരും തന്നെയാണ്. അതേപോലെ അക്ബർ കക്കട്ടിൽ തന്നെയാണ് ഇവിടെ പരിഹസിക്കുന്നത്. എന്തൊക്കെയോ പ്രസംഗിക്കാൻ അറിയാം, എന്തൊക്കെയോ സംസാരിക്കാൻ അറിയാം, പക്ഷേ എന്താണ് ഒരു കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. ഇത്തരത്തിൽ എന്തൊക്കെയോ കാര്യം ജീവിതത്തിൽ അറിയാം, പക്ഷെ ചില കാര്യങ്ങളൊന്നും അറിയില്ല. അത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്, വിമർശിക്കുകയാണ്. ഒരു ചിരിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അക്ബർ കക്കട്ടിൽ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാമെന്ന കഥയിലൂടെ. എന്നിട്ട് നമുക്ക് കഥയിലേക്കൊന്ന് കടക്കാം. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. മക്കളെ, ഈ ഒരു പാഠം വായിക്കുമ്പോൾ, ഈ പാഠത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ കഥയുടെ ചിത്രം കടന്നു വരണം. ഒരു പൂച്ച കിണറ്റിൽ വീഴുന്നു. എഴുത്തുകാരനും ഉമ്മയും ഇവിടെ പൂച്ച രക്ഷിക്കാൻ വരുന്നു. എഴുത്തുകാരന് പൂച്ച രക്ഷിക്കാൻ കഴിയുന്നില്ല, അക്ബറിനെ പൂച്ചയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നാട്ടുകാരോട് സഹായം ആവശ്യപ്പെടുന്നു. നാട്ടുകാർ വരുന്നു, ഈ പൂച്ച എങ്ങനെയൊക്കെയോ രക്ഷിക്കുന്നു. അവസാന പരിപാടിക്ക് പോകുമ്പം അവിടെ ഒരു മനുഷ്യന്മാരും ഇല്ല. കാരണം അവരുടെ കിണറ്റിൽ പൂച്ച വീണിട്ടുണ്ട്, അതൊക്കെ എടുക്കാൻ വേണ്ടി അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നും പറയുന്നു. ഇത്തരത്തിൽ ആൾക്കാർക്കിടയിൽ ഒരു നർമ്മം, ഒരു ചിരി ഉണർത്താൻ പറ്റുന്ന ചെറിയൊരു കഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. സെറ്റിലടാ, തുടങ്ങാം. യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി. അപ്പോൾ എന്തോ ഒരു പരിപാടി തുടങ്ങാൻ പോവുകയാണ്, ഒരു സാംസ്കാരിക പരിപാടി, ഗാനമേളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി ആര് പോകാൻ തയ്യാറാവുകയാണ്? നമ്മുടെ അക്ബർ കക്കട്ടിൽ എഴുത്തുകാരൻ ഈ വേദിയിൽ, ഈ യോഗത്തിൽ സംസാരിക്കാൻ പോകാൻ തയ്യാറാവുകയാണ്. സംഘാടകർ എത്തിക്കഴിഞ്ഞു, ഞാൻ കുളിച്ചൊരുങ്ങുകയാണ്. സംഘാടകർ ഉണ്ടാവും അല്ലെ, ഒരു പരിപാടി നടത്താൻ ആൾക്കാരുണ്ടാവും, അവരാണ് സംഘാടകർ എന്ന് പറയാം. അപ്പോൾ സംഘാടകരൊക്കെ പരിപാടിക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് നമ്മുടെ എഴുത്തുകാരനും കുളിച്ച് റെഡിയായി നിൽക്കുകയാണ് ഈ പരിപാടിക്ക് പോകാൻ വേണ്ടി. ഞാൻ കുളിച്ചൊരുങ്ങുകയാണ്. പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ, മോനെ നമ്മുടെ കിണറ്റിലൊരു പൂച്ച വീണിടാ, അയ്യോ മോനെ അക്ബറെ ഓടി വാടാ, നമ്മുടെ കിണറ്റിലൊരു പൂച്ച വീണ് കിടക്കുന്നടാ എന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു. നമ്മുടെ അക്ബർ ഒരു പരിപാടിക്ക്, ഒരു യോഗത്തിന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ആ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഉമ്മ ഓടി വന്നിട്ട് പറയാണ്, അക്ബറെ അവിടെ പൂച്ച കിണറ്റിൽ വീണിട്ടുണ്ട്, നീ പെട്ടെന്ന് ആ പൂച്ച രക്ഷിക്കുമെന്ന് പറഞ്ഞു. കുളിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയിരുന്നു. അതായിരിക്കും സംഭവം അല്ലേ. ഇദ്ദേഹം കിണറ്റിൽ കുളിക്കുകയാണ്, അക്ബർ കുളിക്കുകയാണ് ബാത്റൂമിൽ നിന്നൊക്കെ. അപ്പോൾ കിണറ്റിൽ എന്തോ വീണ് ശബ്ദം കേട്ടിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. പക്ഷേ പിന്നീട് ഉമ്മ പറഞ്ഞപ്പോഴാണ് നമ്മുടെ എഴുത്തുകാരൻ മനസ്സിലാക്കുന്നത്, എന്താണ് മക്കളെ, കിണറ്റിൽ വീണത് ഒരു പൂച്ചയായിരുന്നു എന്ന് എഴുത്തുകാരൻ മനസ്സിലാക്കി. ഞാൻ കുപ്പായ കുടുക്കുകൾ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ നടന്നു. അക്ബർ വേഗം കുളിച്ചു മാറ്റി ഭക്ഷണമൊക്കെ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ നടക്കുകയാണ്. കാരണം എന്താണ്, ആ കിണറ്റിൽ വീണ പൂച്ച രക്ഷിക്കണം. കിണറ്റിന് കരയിലെത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അങ്ങനെ അക്ബർ ഉമ്മയും കൂടി കിണറ്റിന് കരയിലെത്തി. ഉമ്മ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, നോക്കടാ അതാ പൂച്ച അതാണ് വീണ് കിടക്കുന്നത്. ഉമ്മ അക്ബറിന് പൂച്ച വീണത് കാണിച്ചു കൊടുത്തു എന്നാ പറയണേ. വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ അതാ പൂച്ച. ഇപ്പം വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പടവ്, ഇപ്പോൾ കിണറ്റിൽ ഓരോ പടവ് ഉണ്ടാവില്ല, പടി ഉണ്ടാവും. ഈ പടിയോട് ചേർന്ന് പൂച്ച ഇങ്ങനെ ഇങ്ങനെ കിടക്കാണ്. പൂച്ച ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ളത്തിൽ, ഇങ്ങനെ തണുത്ത് വറച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു പടിയുടെ സൈഡ് ഇങ്ങനെ പൂച്ച ഇങ്ങനെ കിടക്കുന്നുണ്ട്. വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ അതാ പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവു എന്ന ശബ്ദം പുറപ്പെടുപ്പിക്കുന്നു അല്ലേ. പൂച്ച ഇങ്ങനെ ഭയത്തോടെ ഇവരെ നോക്കി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ കിണറ്റിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പൂച്ച പേടിച്ചിങ്ങനെ ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ഒരു പൂച്ച കിണറ്റിൽ വീണു. ഈ അക്ബർ കുളിച്ചൊരുങ്ങി ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോവാണ്. അപ്പോഴാണ് ഉമ്മ വിളിച്ചു പറഞ്ഞത് എഴുത്തുകാരനോട്, അക്ബറെ കിണറ്റിലൊരു പൂച്ച വീണിട്ടുണ്ട്. അങ്ങനെ അക്ബർ ഉമ്മയും കൂടി ആ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. അതാണ് കഥയുടെ തുടക്ക ഭാഗത്തിൽ കാണാൻ സാധിക്കുക. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിസ്സഹായതയോടെ ഞാൻ ഉമ്മയുടെ മുഖത്ത് നോക്കി. ഉമ്മയുടെ മുഖത്ത് ചിരി അല്ലെ. അക്ബറിനെ പൂച്ച രക്ഷിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് പ്രസംഗിക്കാനേ അറിയൂ, ഒരു പൂച്ച രക്ഷിക്കാനോ ഒരു കാര്യം ചെയ്യാൻ അറിയില്ല. അക്ബർ ഉമ്മേൻ്റെ മുഖത്തൊക്കെ ചിരിച്ചു. ഉമ്മ എന്താ ചെയ്യുക, എനിക്കറിയില്ല കേട്ടോ പൂച്ച രക്ഷിക്കാൻ. അപ്പോൾ ഉമ്മ ഇങ്ങനെ ചിരിച്ചു. എടാ ബെടുക്കൂസേ, അനക്കൊന്നും അറിയില്ലല്ലോ മൊയിൻ്റെ ഉമ്മ പറയാണ്. അപ്പം അക്ബറിന് ഒരു കാര്യം ചെയ്യാൻ കിട്ടും, അക്ബറിനെ പൂച്ച രക്ഷിക്കാൻ അറിയില്ല. അക്ബർ ഉമ്മേൻ്റെ മുഖത്ത് നോക്കി. ഉമ്മ അക്ബറിനെ നോക്കി ചിരിച്ചു. ഇന്നെക്കൊണ്ട് ഒന്നിനും ആവൂല, പ്രസംഗിക്കാനല്ലാതെ വേറെന്താ അറിയാൻ എനക്ക് അല്ലെ. ഉമ്മ പറയാണ്, എന്താ നല്ല ഉമ്മയല്ല, നല്ല ഫണ്ണി ഉമ്മ. എന്താ പറയണേ, ഇന്നെക്കൊണ്ട് ഒന്നിനും ആവൂല, പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക്. എൻ്റെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരു വായി ഓള് കാണായിരുന്നു.
എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല അല്ലേ. എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞ അക്ബറിൻ്റെ വൈഫ് ഭാര്യ. അപ്പോൾ ഉമ്മ അക്ബറിനെ ചൂടാവേന്ന്. അക്ബറിനെ ഈ പൂച്ചേനെ രക്ഷിക്കാനാവുന്നില്ല, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ മാത്രം അറിയാം. അപ്പോൾ ഉമ്മ പറയാണ്, എന്നെ കൊണ്ട് ഒന്നിനാവൂല അങ്ങയ്യേ, പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം എനിക്ക്. എൻ്റെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരു വായി ഓള് കാണായിരുന്നു, എനിക്കാണെങ്കിൽ ശരിക്കും കണ്ണും പിടിക്കൂല അല്ലേ. അക്ബറിന് ഉമ്മ കളിയാക്കിയ ട്രോളാണ് അക്ബറിന്. അക്ബറിനോട് പറയാ, എനക്ക് പൂച്ചനെ പിടിക്കാനൊന്നും ആവൂല, എനക്ക് പ്രസംഗിക്കാൻ മാത്രം അറിയൂ, ഒരു പരിപാടി പോയിട്ട് മൈക്കും പിടിച്ച് പ്രസംഗിക്കാൻ എനിക്കറിയൂ, എനക്ക് പൂച്ചേനെ ഒന്നും രക്ഷിക്കാൻ അറിയില്ല എന്ന് ഉമ്മ പറഞ്ഞു. എൻ്റെ വൈഫ്, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുമായിരുന്നു ഉമ്മ പറഞ്ഞു. ഉമ്മ ഇങ്ങനെ തന്നെ മോൻ അക്ബറിന് കളിയാക്കുകയാണ്. ഓക്കെ, ഉമ്മക്കെന്നാൽ കണ്ണും പിടിക്കൂല, കണ്ണും കാണും, ഇല്ലെങ്കിൽ ഞാനെങ്കിലും പൂച്ച രക്ഷിക്കുമായിരുന്നു എന്ന് ഉമ്മ പറയാണ്. ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു അല്ലേ. ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പം ഭാര്യ വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അക്ബറിൻ്റെ എഴുത്തുകാരൻ്റെ ഭാര്യയും അവിടെ ഇല്ല. ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ, എന്താണ് ഒരു പരിഹാരം അല്ലേ. ഈ അക്ബർ ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ പൂച്ചനെ പിടിച്ചനെ, പക്ഷേ അവളാണെങ്കിൽ ഭാര്യ ഓളെ വീട്ടിലും പോവുകയും ചെയ്തു, ഓള് വരുന്നവരെ കാത്തിക്കാനും പറ്റൂല, എന്താണ് ഇതിന് പരിഹാരം, എങ്ങനെയാണ് ഈ പൂച്ചയൊന്ന് രക്ഷിക്കുക എന്ന് ആര് ചിന്തിക്കുകയാണ്, നമ്മുടെ അക്ബർ ചിന്തിക്കുകയാണ്. ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു. അപ്പോൾ ഉമ്മ പരിഹാരം പറഞ്ഞു, അക്ബറേ എൻ്റെ തലയിലൊരു ഐഡിയ ഉണ്ട് അല്ലേ, എനിക്കൊരു ബുദ്ധി ഉണ്ട് എന്ന് ആര് പറഞ്ഞു, ഉമ്മ അക്ബറിനോട് പറഞ്ഞു. ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നവരില്ലേ, ഓല വിളിക്ക്, അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി. കാസിമും അനന്തനുമൊക്കെ വരാന്തയിലുമുണ്ട്, അവരോട് വിവരം പറയാം അല്ലേ. ഉമ്മ പറയാണ്, എടാ നമുക്ക് കുറച്ച് ആൾക്കാരെ വിളിച്ചാൽ പോരെ, അന്നം പ്രസംഗിക്കാൻ വിളിച്ച രണ്ടുപേരാടിയില്ലേ, കാസിമും അനന്തനും, അവരൊന്ന് വിളിക്ക്, അവരോട് ഈ പൂച്ച രക്ഷിക്കാൻ പറയാമെന്ന് ഉമ്മ പറഞ്ഞു. എന്നാൽ പുറപ്പെടുകയല്ലേ, എന്നെ കണ്ടതും കാസിം ചോദിച്ചു അല്ലെ. കാസിമിൻ്റെ അടുത്തേക്ക് അനന്തൻ ഈ അക്ബർ ഇങ്ങനെ പോയി, ഉമ്മ പറഞ്ഞ പോലെ കിണറ്റിൽ വീണ പൂച്ച രക്ഷിക്കാൻ പറയാൻ വേണ്ടി. അപ്പോൾ അനന്തനെ കണ്ടപാട് കാസിം പറഞ്ഞു, എന്നാൽ പോവാ, പരിപാടിക്ക് പോവാന്ന് കാസിം ചോദിച്ചു. ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസിമേ, ഞാൻ വിഷയത്തിലേക്ക് വന്നു. ഇവിടുത്തെ കിണറ്റിലൊരു പൂച്ച വീണു. അപ്പോൾ കാസിമ വിചാരിച്ചു നമ്മുടെ അക്ബർ കുളിച്ചൊരുങ്ങി പരിപാടിക്ക് പോകാൻ വന്നതാണെന്ന്. പക്ഷേ കാസിം പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അക്ബർ പറഞ്ഞു, കാസിമ ചെറിയൊരു പ്രശ്നമുണ്ട്, നീ രക്ഷിക്കണം കേട്ടോ, എൻ്റെ കിണറ്റിൽ പൂച്ച വീണു, നിനക്ക് രക്ഷിക്കാൻ പറ്റുമോ എന്ന് കാസിമിനോട് നമ്മുടെ അക്ബർ ചോദിച്ചു. പൂച്ചയോ, എപ്പോ? അനന്തന് ജിജ്ഞാസ. അപ്പോൾ കാസിം അനന്തൻ അവിടെ ഉണ്ട്, എവിടാ, നമ്മുടെ എഴുത്തുകാരൻ്റെ വീട്ടിലുണ്ട്. അപ്പം അനന്തനും കൂടി പറഞ്ഞു, പൂച്ചയോ, എവിടെയാ പൂച്ച വീണേ, കിണറ്റിലാണോ? ജിജ്ഞാസ, അത് അറിയാനുള്ള ഒരു ആകാംക്ഷ വന്നു അല്ലേ, പൂച്ച വീണല്ലേ, നമുക്ക് രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കിണറ്റിന് കരയിലേക്ക് നടന്നു. അപ്പോൾ ആരൊക്കെയാണ്, നമ്മുടെ അനന്തനും കാസിമും പിന്നെ നമ്മുടെ എഴുത്തുകാരനായ അക്ബറും കൂടിയിട്ട് എവിടേക്ക് പോവുകയാണ്, നമ്മുടെ കിണറ്റിലേക്ക് പോയി. അപ്പം നമ്മുടെ അനന്തനും കാസിമും അക്ബറും കൂടി നടന്ന് എവിടേക്ക് പോയി, കിണറ്റിലേക്ക് പോയി. കിണറ്റിൽ വന്നിട്ട് കിണറ്റിൽ ഇങ്ങനെ നോക്കിയാണ്, കിണറിങ്ങനെ നോക്കി എവിടെയാണ് പൂച്ച എന്ന് അനന്തനും കാസിമും നോക്കി. ഞങ്ങളെല്ലാവരും കിണറ്റിന് കരയിലേക്ക് നടന്നു. മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി. ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ. അനന്തനും കാസിമും ചിന്തിക്കുകയാണ്, മീറ്റിംഗ് തുടങ്ങാൻ സമയമായല്ലോ, പക്ഷേ ഈ പൂച്ചയെ രക്ഷിച്ചു കൊടുക്കാൻ നമ്മൾ ബാക്കി എത്തിയല്ലേ, ഈ പൂച്ച രക്ഷിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് അനന്തനും കാസിമും ചിന്തിക്കുകയാണ്. അനന്തൻ കാസിമിനോട് ഒച്ച ഉയർത്താതെ പറയുന്നത് കേട്ടു. എനിക്കത് ഒരു ആശ്വാസമായി. അങ്ങനെ അക്ബറിൻ്റെ എഴുത്തുകാരൻ്റെ അക്ബർ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി ആരൊക്കെ തയ്യാറാവുകയാണ്, കാസിമും അനന്തനും തയ്യാറായി എന്നാ പറയണേ. ഇവർ പൂച്ചയെ കരകയറ്റിയിട്ടേ അടങ്ങും അല്ലെ. അക്ബറും കാസിമും അനന്തനും കൂടി റെഡിയായി നിൽക്കുകയാണ്, എങ്ങനെ പൂച്ചേനെ കിണറ്റിൽ നിന്ന് എടുത്തെടുത്ത് കയറ്റണം. ഇവർ റെഡിയായി നിന്നു, അക്ബറും കാസിമും അനന്തനും കൂടിയിട്ട്. എനിക്ക് ഉമ്മയുടെ മുമ്പിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി അല്ലേ. ഉമ്മ കളിയാക്കും അക്ബറ, എനക്ക് ധൈര്യമില്ല പറഞ്ഞിട്ട്, ഭാര്യ വന്നാലും കളിയാക്കും. അതുകൊണ്ട് ഇവരെ കളിയാക്കൽ ഏറ്റുവാങ്ങാണ്ടിരിക്കാൻ വേണ്ടി കാസിമിനെയും അനന്തിനെയും എന്ന രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് തന്നെ കിണറ്റിൽ വീണ പൂച്ച രക്ഷിക്കാൻ വേണ്ടി ആര് പോവുകയാണ്, അക്ബർ പോവുകയാണ്. അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു ഇതുണ്ടാകും അല്ലെ. ഭാര്യ കളിയാക്കും, എന്താ മനുഷ്യ അക്ബറെ, അനക്ക് പൂച്ചേനെ രക്ഷിക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് ഭാര്യ കളിയാക്കും. അതുകൊണ്ട് ഭാര്യയുടെയും ഉമ്മയുടെയും കളിയാക്കലി പരിഹാസം ഏറ്റുവാങ്ങാതിരിക്കാൻ വേണ്ടി നമ്മുടെ അക്ബറും കാസിമും അനന്തനും കൂടി അക്ബറിൻ്റെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം അതിന് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇവിടെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുകയാണ്. ഓക്കെ, ഒരു പൂച്ച കിണറ്റിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്നത്? സാംസ്കാരിക നായകന്മാർ പോലും കുട്ടികളും ചിരിക്കും അല്ലേ. അതായത് ആൾക്കാർ പറയാണ്, ഒരു പൂച്ച കിണറ്റിൽ വീണപ്പം അത് രക്ഷിക്കാൻ പോലും പറ്റാത്ത നിങ്ങളാണോ ഒരു നാട് നന്നാക്കാൻ നടക്കുന്നത്? ഒന്ന് നടപടിയാവുന്ന കേസല്ല എന്ന് ആൾക്കാർ കൂടിയിട്ട് പറയാൻ തുടങ്ങി. കുട്ടികളും ചിരിക്കും എന്ന് പറഞ്ഞു.
പൂച്ചയെ എങ്ങനെ കരകയറ്റാം? തിയറി എനിക്കറിയാം, പക്ഷേ പ്രാക്ടിക്കൽ അതാണ് വിഷമം. അത് പക്ഷേ ഭാര്യയോട് എങ്ങനെ പറയും അല്ലേ? തിയറി അറിയാം, അതായത് എഴുത്തറിയാം, പൂച്ചയെ എങ്ങനെ രക്ഷിക്കാമെന്ന് നമുക്ക് എഴുതി പറഞ്ഞു കൊടുക്കാം, പക്ഷേ അതിനെ രക്ഷിക്കാൻ എനിക്ക് അറിയില്ല. ഇന്ന് ആരും പറയണം, എഴുത്തരം പറയണം, അക്ബർ പറയാണ് എനിക്ക് പൂച്ചയെ എങ്ങനെ രക്ഷിക്കേണ്ടതെന്ന് അറിയാം, പക്ഷേ അത് ചെയ്യാൻ എനിക്കറിയില്ല, എൻ്റെ പ്രവൃത്തി എനിക്കറിയില്ല എന്ന് എഴുത്തുകാരൻ പറയാണ്. ഇത് ഒരു തരത്തിൽ ഇന്നത്തെ ആൾക്കാരെ ഒന്ന് കളിയാക്കിയാണ്. ചെറിയ ആൾക്കാർക്ക് എന്തൊക്കെയോ അറിവുണ്ടാവും, പക്ഷേ യഥാർത്ഥമായിട്ട് അറിവുണ്ടാവില്ല. ചിലർ പണിയെടുക്കണം എന്നൊക്കെ പറയും, പക്ഷെ പണിയെടുക്കില്ല. ഇപ്പോൾ സംസാരത്തിലല്ല വർക്കിലെ കാര്യം, ലുക്കിലല്ല വർക്കിലെ കാര്യം എന്നാണ് ഇവിടെ പറയണേ. എഴുത്തുകാരൻ്റെ പൂച്ചയെ രക്ഷിക്കണമെന്ന് എഴുതി പറഞ്ഞു കൊടുക്കാൻ അറിയാം, പക്ഷേ അതിന് പ്രവർത്തിച്ച് ആ പൂച്ച രക്ഷിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയണേ. എനിക്കറിയാവുന്ന ഒരു തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കലാക്കാൻ നോക്കുകയാണ് കാസിം. അങ്ങനെ കാസിം അതാ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി ആദ്യമായി ശ്രമിക്കാൻ പോവുകയാണ്. അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. മക്കളുടെ തൊട്ടിയില്ലേ, തൊട്ടി ഇങ്ങനെ ഉണ്ടാവും അല്ലേ, തൊട്ടി ഇങ്ങനെ ഉണ്ടാവും. ഈ തൊട്ടിയിലാണ് കയറിട്ട് കെട്ടി നമ്മൾ ഇങ്ങനെ ഇറക്കുക. ഈ തൊട്ടിയിൽ പൂച്ചയെ ഇങ്ങനെ കിടത്തിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കാസിം എന്ത് ചെയ്തു, ഒരു തൊട്ടി കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇങ്ങനെ ഇട്ടു, ഒരു പാത്രം, അതിൽ പൂച്ച കയറുമല്ലോ, അപ്പോൾ ഇങ്ങനെ പൊക്കി പൊക്കി പൂച്ചനെ എടുക്കാമല്ലോ. ഇങ്ങനെ വിചാരിച്ച് കാസിം ഒരു തൊട്ടി കിണറ്റിലേക്ക് ഇട്ടു. പൂച്ചേ നീ രക്ഷപ്പെട്ടോട്ടോ എന്ന മട്ടിലാണ് ഞങ്ങൾ എല്ലാവരുടെയും നിൽപ്പ് അല്ലേ. പൂച്ചയെ നീ തൊട്ടിയിൽ കയറിക്കോ, നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൂടി ആൾക്കാരൊക്കെ നിൽക്കുന്നത്. പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ, അത് അപകടപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. ഈ ആൾക്കാർ ഇത് തൊട്ടിയിട്ട് കൊടുത്തത് പൂച്ച കയറി വന്നോട്ടെ വിചാരിച്ചിട്ടാണ്. പക്ഷെ പൂച്ച എന്താ വിചാരിക്കുന്നത്, അയ്യോ ആൾക്കാർ എന്നെ കൊല്ലാൻ വരികയാണല്ലോ, എന്നെ കൊല്ലോ എന്ന് പേടിച്ചാണ് പൂച്ച നിൽക്കുന്നത്. പൂച്ചനെ വിചാരം എന്താ, ഒരുപാട് ആൾക്കാർ കിണറ്റിന് ചുറ്റുമുണ്ടല്ലേ, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഇടുന്നുണ്ട്, എന്നെ കൊല്ലാൻ വേണ്ടിയാണോ പ്ലാൻ ചെയ്യുന്ന സങ്കടമാണ്, തന്നെ അപകടപ്പെടുത്തുമെന്ന ഭയമാണ് പൂച്ചക്കുള്ളതാണ്. പൂച്ച അവിടെ നിന്ന് ഇങ്ങനെ കരയാണ്. ഓക്കെ, നേരത്തെ മാടയിലിരുന്ന് പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിച്ചു. കാസിമിൻ്റെ ശ്രമം വിജയിക്കുന്നില്ലെന്ന് കണ്ട് അനന്തിന് ഒരു കൈ നോക്കണമെന്നായി. അങ്ങനെ നേരത്തെ പൂച്ച പുറത്തായിരുന്നു, കിണറ്റിൻ്റെ പുറത്തില്ലായിരുന്നു, ആ പടിയിൻ്റെ പുറത്ത്. പക്ഷേ ഈ തോട്ടി വന്നപ്പോൾ പൂച്ച വിചാരിച്ചു തന്നെ അപകടപ്പെടുത്താൻ, തന്നെ കൊല്ലാൻ വേണ്ടി എന്തോ ഉപകരണം ഇട്ടതാണെന്ന്. അങ്ങനെ പൂച്ച പേടിച്ച് തല ഉള്ളിലേക്ക് വലിച്ചു. അങ്ങനെ കാസിമിൻ്റെ ശ്രമം എന്തായി മക്കളെ, പരാജയപ്പെടാൻ തുടങ്ങിയല്ലേ. കാസിമിൻ്റെ ശ്രമം അങ്ങനെ പരാജയപ്പെടാൻ തുടങ്ങി എന്നാ പറയണേ. നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോൾ അയാൾ തൊട്ടി വാങ്ങി തെല്ലപ്പുറത്ത് നിന്ന് ഉത്സാഹം തുടങ്ങി അല്ലേ. അപ്പോഴത്തേനും എന്തായി, നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോൾ അയാൾ തൊട്ടി വാങ്ങി തെല്ലപ്പുറത്ത് നിന്ന് ഉത്സാഹം തുടങ്ങി. ഇപ്പോൾ എഴുത്തുകാരൻ പറയാണ്, ആ തൊട്ടി ഒന്ന് മാറി തുടങ്ങിയാൽ അല്ലേ, ആ തൊട്ടി ഒന്ന് മാറി തുടങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എഴുത്തുകാരൻ ചോദിക്കുകയാണ്. പിന്നെന്താ പറയണേ, തൊട്ടി കൊണ്ട് പൂച്ചി തട്ടുന്ന രീതിയിലായി അനന്തൻ്റെ നീക്കം. അങ്ങനെ അനന്തൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. ആദ്യം കാസ്യമായിരുന്നു ദൗത്യം ഏറ്റെടുത്തത്, പിന്നെ അനന്തൻ ആ തൊട്ടിയെടുത്ത് ആ പൂച്ചയെ ഇങ്ങനെ തട്ടി നോക്കി, പൂച്ച ആ തൊട്ടിയിൽ കയറുമോ നോക്കാൻ വേണ്ടി. തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലായി അനന്തൻ്റെ നീക്കം. പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു. അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടിപ്പറ്റി. അങ്ങനെ പൂച്ചയെ തൊട്ടപ്പോൾ പൂച്ച വെള്ളത്തിലേക്ക് വീണു. പൂച്ചക്ക് ടെൻഷൻ, അയ്യോ വീണല്ലോ. പൂച്ച ഇങ്ങനെ പേടി കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കാണ് കേട്ടോ. വെള്ളത്തിൽ വീണ പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും, ഇപ്പോൾ വീണ്ടും വെള്ളത്തിൽ വീണു, രോമം വെള്ളത്തിലായിട്ടുണ്ടാവുമെന്ന് തീർച്ച അല്ലേ. ആൾക്കാർ പറയാണ്, നേരത്തെ പൂച്ച എന്തായി, ആ വെള്ളത്തിൽ വീണിരുന്നു, പിന്നെ രക്ഷപ്പെട്ടിട്ടാണ് ആ കിണറ്റിൻ്റെ പടിയിൽ മാടിയിൽ കയറിയിരുന്നത്. ഇപ്പോൾ വീണ്ടും ആ തൊട്ടി കണ്ടിട്ട് തൊട്ടി മുട്ടിയിട്ട് ആ പൂച്ച വീണ്ടും എവിടേക്ക് വീഴുകയാണ്, ആ വെള്ളത്തിൽ വീണു. അപ്പോൾ വീണ്ടും പൂച്ച വെള്ളത്തിൽ വീണ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, കാസിമിനോടും അനന്തനോടും ഒപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ, അയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടെങ്കിലും പേര് ബാബു എന്നാണ് മനസ്സിലാകുന്നത്. പൂച്ചപ്പെടുത്തത്തിനിടയിലാണ് പറഞ്ഞു അല്ലേ. അവിടെ ബാബു എന്നൊരു പുതിയ കഥാപാത്രം കൂടി വന്നു. ആരാണ് മക്കളെ, ബാബു അല്ലേ. ബാബു എന്നൊരു പുതിയ കഥാപാത്രം കൂടി വന്നു. ഈ ബാബു പറയുകയാണ്, അയ്യോ പൂച്ച കിണറ്റിന് വീണല്ലോ, വെള്ളത്തിന് വീണു, വെള്ളത്തിന് പൂച്ചയുടെ രോമം മൊത്തം മുഴുവനായി, പൂച്ചയുടെ രോമം മുഴുവനും വെള്ളത്തിലായി, അതുകൊണ്ട് വെള്ളം വൃത്തിയാക്കേണ്ടി വരുമെന്ന് ബാബു എന്നൊരു വ്യക്തി അവിടെ വലിയൊരു വാക്ക് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമ്മക്ക് ടെൻഷനായിട്ടോ. ബാബുവും എന്നെപ്പോലെ ഒരു തിയറിക്കാരനാണെന്ന് തോന്നുന്നു. ബാബുവിനും പ്രവർത്തിക്കാൻ അറിയില്ല. ബാബുവും അക്ബറിനെ പോലെ ഒരു മണ്ടനാണെന്ന് തോന്നി. ബാബു പറയാണ്, പൂച്ച കിണറ്റിൽ വീണു, പൂച്ച രോമം മുഴുവൻ വെള്ളത്തിലായി, നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് ബാബു പറഞ്ഞു. ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിന് ഒക്കുന്ന ഒരു സൂചനയും ഇതുവരെ കിട്ടിയില്ല. ഈ ബാബുവിനും ഈ അക്ബർ കക്കട്ടിലിനും തൻ്റെ സുഹൃത്തുക്കളായ കാസിമിനും അനന്തനും ഉപദേശം കൊടുക്കാനല്ലാതെ ഇവർക്ക് ഈ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ഒന്നും പറ്റുന്നില്ല. കാരണം ഇവർക്ക് തിയറി മാത്രമേ അറിയൂ, പ്രാക്ടിക്കൽ അറിയില്ല അല്ലെ. ഇവർക്ക് വർക്ക് ചെയ്യാൻ അറിയില്ല, ഈ എഴുത്തുകാരനും ഈ ബാബുവിനും.
പൂച്ചരോമം വെള്ളത്തിലായാൽ പള്ളവേദനയ്ക്ക് വേറെ എവിടെയും പോണ്ട. ഉമ്മ ബേജാറല്ല. പള്ളവേദന പറഞ്ഞാൽ വയറുവേദന, പള്ള എന്ന് പറഞ്ഞാൽ വയറ്. ഇപ്പം ഈ പൂച്ച കിണറ്റിലെ വെള്ളത്തിൽ വീണാൽ പള്ളവേദന വരുമെന്ന് ഈ ബാബുവും പറഞ്ഞു. അതോടെ ഉമ്മക്ക് ടെൻഷനായി. അയ്യോ പൂച്ച കിണറ്റിൽ വീണാൽ പള്ളവേദന വയറുവേദന വരുമല്ലോ എന്ന് ഉമ്മക്ക് ടെൻഷനായി. ഉമ്മക്ക് ബേജാറ്, ഉമ്മക്ക് ടെൻഷനായി. കിണറൊന്ന് നന്നായി മുഖ്യാൽ മതി അനന്തൻ അല്ലേ. കിണറൊന്ന് നന്നായി മുഖ്യാൽ മതി എന്ന് അനന്തൻ പറഞ്ഞു. അത് വേണോ? ഉമിയോ കരിക്കട്ടയോ കുമ്മായമോ ഇട്ടൊന്ന് ശുദ്ധീകരിച്ചാൽ പോരെ എൻ്റെ വക അല്ലേ. അപ്പോൾ കിണറിലെ വെള്ളം വൃത്തിയാക്കിയാൽ മതി എന്നാണ് അനന്തൻ പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ ഈ എഴുത്തുകാരൻ പറഞ്ഞു അതൊന്നും വേണ്ട, കുമ്മായമോ കരിക്കട്ടയോ അല്ലെങ്കിൽ ഉമിയോ ഇട്ടിട്ട് ആ വെള്ളം ശുദ്ധീകരിച്ചാൽ മതി, വെള്ളം മാറ്റൊന്നും വേണ്ട എന്ന് എഴുത്തുകാരൻ അക്ബറും പറഞ്ഞു. ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരക്കെത്തേണ്ട സാർ, കാസിം എന്നോടായി തുടർന്നു. ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പം പൂച്ച കയറുമായിരിക്കും. ഇവിടെ കണ്ണാടിക്കുട്ടയുണ്ടോ അല്ലേ. ഈ വെള്ളമൊക്കെ വൃത്തിയാക്കണമെങ്കിൽ, ഈ വെള്ളത്തിൽ ഉമിക്കരിയൊക്കെ ഇടണമെങ്കിൽ, ഈ വെള്ളം വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുക്കണമെങ്കിൽ ആദ്യം ഈ കിണറ്റിൽ വീണ പൂച്ച രക്ഷിക്കണ്ടേ. കാസിം പറഞ്ഞു അനന്തനോട്, ആരോട്? അക്ബറോട് കാസിം പറയാണ്, അല്ല ചങ്ങായിയേ, അല്ല സാറേ, ഈ കിണറ്റിൽ വീണ പൂച്ച രക്ഷിച്ചാലല്ല നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് വല്ല കണ്ണാടിക്കൂട്ട അല്ലാതെ ഒരു വലിയ പാത്രം കിട്ടിയാൽ ഞാൻ ഈ പൂച്ച രക്ഷിക്കാൻ ആര് പറഞ്ഞു? നമ്മുടെ ഈ കാസിം പറഞ്ഞു. ഉദ്ഘാടകനെ ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്തു നിന്നും ചിലർ തിരക്കി വരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഈ പരിപാടിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ഈ അക്ബറിൻ്റെ വീട്ടിലെ കിണറ്റിലെ പൂച്ചയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്ന ആൾക്കാരും ഈ വിവരം അറിഞ്ഞ് അക്ബറിൻ്റെ കിണറ്റിൽ വീണ പൂച്ച രക്ഷിക്കുന്ന വിവരം അറിഞ്ഞ് എല്ലാവരും അക്ബറിൻ്റെ വീട്ടിലെത്തി എന്നാണ് പറയണേ. എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി. അക്ബർ പറയാം വലിയ പ്രയാസം തോന്നി. കാരണം പരിപാടി വൈകിക്കൊണ്ടിരിക്കാം. ഈ പരിപാടി കാണേണ്ടവരൊക്കെ ഈ ഒരു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാം. അതുകൊണ്ട് അത് കാണുമ്പോൾ പ്രയാസം തോന്നി. പിന്നെ ചിരി എങ്ങനെ വന്നേ? ഒരു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി ഒരു നാട് മൊത്തം ആ ഒരു അക്ബറിൻ്റെ കിണറ്റിൻ്റെ മുമ്പിലെത്തി. അത് കണ്ടപ്പോൾ അക്ബറിന് ചിരിയും വന്നു എന്നാണ് പറയണേ. എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി. ഇതിനകം ഞാൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇന്നുവരെ യോഗത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ യോഗമാണെങ്കിൽ വീടിന് വളരെ അടുത്തും സൂക്ഷ്മമായി സ്ഥലത്ത് നിന്നുള്ള പാട്ടും കേൾക്കാം, അല്ലെങ്കിൽ കവിത. ഒരു അക്ബർ പറയാണ്, ഞാൻ എത്രയോ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടും എനിക്ക് പോകാതിരിക്കേണ്ട പ്രയാസം വന്നിട്ടില്ല. ഇതെൻ്റെ തൊട്ട് വീടിനടുത്തിൻ്റെ പരിപാടിയാണ്. അവിടെ നിന്ന് പാട്ടും കവിതയും കേൾക്കാം. പക്ഷേ എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം എൻ്റെ കിണറ്റിൽ ഒരു പൂച്ച വീണിട്ടുണ്ട് എന്ന കാര്യം അറിഞ്ഞ് അക്ബറിന് ചിരി വന്നു, സങ്കടവും വന്നു. പരിപാടിക്ക് പോകാൻ പറ്റുന്ന സങ്കടവും. എൻ്റെ വീട്ടിൽ കുറേയധികം ആളുകളെ കണ്ട് അയൽക്കാരും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയല്ലേ. അയൽക്കാരും വരാൻ തുടങ്ങി. അയ്യോ അക്ബറിൻ്റെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തു പറ്റി അക്ബറിൻ്റെ വീട്ടിന്, ആ അക്ബറിൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ആൾക്കാരും അക്ബറിൻ്റെ വീട്ടിലോട്ട് വരാൻ തുടങ്ങി. കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയും അക്ബറിൻ്റെ വീടിൻ്റെ കിണറും പരിസരവും ആളെ കൊണ്ട് കവിഞ്ഞു തുടങ്ങിയെന്ന് പറയണേ. പടിഞ്ഞാറെ വീട്ടിലെ ഖാദർ കണ്ണാടിക്കുട്ടയുമായി എത്തി. അയാൾ കയറിൽ നിന്ന് തൊട്ടി അഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു. അങ്ങനെ ഖാദർ എന്ന ആള് എവിടെ എത്തി? ഖാദർ എന്ന് പറയുന്ന ആള് എവിടെ എത്തി മക്കളെ? നമ്മുടെ അക്ബറിൻ്റെ വീട്ടിലെത്തി. അയാൾ എന്തു ചെയ്തു? കയറിൽ നിന്ന് തൊട്ടി അഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു. അങ്ങനെ ഖാദർ പറഞ്ഞ പുതിയൊരു കഥാപാത്രം കൂടി എവിടെ എത്തി മക്കളെ? നമ്മുടെ കഥാനായകൻ്റെ വീട്ടിലെത്തി. ആരാണ് മക്കളെ? ഖാദർ. അപ്പോൾ ഖാദർ എന്ന് പറയുന്ന പുതിയൊരു കഥാപാത്രം കൂടി നമ്മുടെ എഴുത്തുകാരനായ അക്ബറിൻ്റെ വീട്ടിലെത്തി. അയാൾ ആ കിണറ്റിൽ തൊട്ടി മാറ്റി അവിടെ വലിയൊരു പാത്രം കെട്ടി എന്നാണ് പറയണേ. അത് കിണറ്റിലിട്ടു. കാസിമും അനന്തനും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല. അങ്ങനെ കാസിമും അനന്തനും ബാബുവും അവിടെ നിന്ന് മാറി. ഇപ്പോൾ ഷോ ആരുടേതാ? ഖാദർഖാൻ്റെ ഷോയാണ്. ഖാദർക്കാണ് ഇനി പൂച്ചനെ പിടിക്കാൻ പോകുന്നത്. പുതുമയായി എത്തിയവരുടെ കോർട്ടിലാണിപ്പോൾ പന്ത്. അതായത് പുതിയ ആൾ എത്തിയല്ലോ, അയാളാണ് പൂച്ച രക്ഷിക്കാൻ പോകുന്നത് അർത്ഥം. കാസിമും മറ്റും വല്ലാതെ അക്ഷമരാണെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് ക്ഷമയില്ല. കാസിമൊക്കെ എങ്ങനെ പൂച്ചനെ പിടിക്കണം എന്ന് ആഗ്രഹം. അവർ ഇടയ്ക്കിടെ വാച്ച് നോക്കുന്നുണ്ട്. യോഗം വളരെ വൈകുന്നു. പൂച്ച പുറത്ത് കടക്കുന്നുമില്ല. കാസിമിനും അനന്തനും എന്ത് വേണം? ആ പരിപാടി കാണാൻ പോകണം. അവർക്ക് ക്ഷമയില്ല. അവരിടക്കിടക്ക് വാച്ച് നോക്കുന്നുണ്ട്. എത്ര സമയം ഈ പൂച്ചനെ പിടിച്ചാൽ മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇവരിങ്ങനെ പൂച്ചനെ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആര്? കാസിമും അനന്തനും. ഈ പൂച്ചയെ പിടിച്ചാൽ മാത്രമേ ഈ അക്ബറിനെയും കൊണ്ട് ഈ യോഗത്തിന് പോകാൻ പറ്റൂ. എപ്പോഴാണ് ഈ പൂച്ചയെ പിടിച്ച് കഴിയുക എന്ന ടെൻഷനിലാണ് ഈ രണ്ടുപേരും. പഠിച്ച പണി 18 നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല. ഇതിനകം അത് പല കുറി വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരുന്നു. പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട്. പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ. പഠിച്ച പണി 18 നോക്കിയ ആൾക്കാർ, ഖാദറും കാസിമും അനന്തനും അക്ബറും ബാബുവും എല്ലാവരും പരിപാടി നോക്കി പൂച്ചയെ കയറ്റി കയറ്റാം. പക്ഷേ പൂച്ചയെ കൊണ്ട് കയറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പൂച്ച ഇങ്ങനെ ഈ തൊട്ടി വരുമ്പോൾ മ്യാവ് മ്യാവ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് വെള്ളത്തിൽ. പൂച്ച ഈ തൊട്ടിയിലോ കുട്ടിയിലോ കയറുന്നില്ല. ഒരു എക്സ്പെർട്ട് ഇല്ലാത്തതാ പ്രശ്നം.
അത് ഇതിനൊരു എക്സ്പേർട്ട് വേണമെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി, ഒരു വിദഗ്ധമാണെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നെങ്കിൽ 10 പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി. ഈ പണി അറിയാത്ത ആൾക്കാരുള്ളത് കൊണ്ടാണ് പൂച്ചയെ പുറത്ത് എത്താൻ പറ്റാത്തത്. പണി അറിയുന്ന ആരും ഉണ്ടെങ്കിൽ പൂച്ച രക്ഷിക്കാമായിരുന്നു ആൾക്കാർ പറയാൻ തുടങ്ങി. ബാബു ആത്മകഥം പോലെ പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു വിദഗ്ധൻ്റെ അഭാവം തന്നെയാണ് പ്രശ്നം അല്ലേ? ഈ പൂച്ചയെ പിടിക്കാനുള്ള ഒരു വിദഗ്ധം വേണം. ഒരു പൂച്ചപ്പിടുത്തക്കാരുണ്ടായാലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ നാളെ കൂടിയെന്ന ബാബുവും കാസിമും അതിനൊക്കെ പറയാൻ തുടങ്ങി. സമ്മേളന സ്ഥലത്തു നിന്നുള്ള മുഴുവൻ പേരും മുഖ്യാതിഥിയുടെ വീട്ടിലെ വിശേഷം അറിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവർ ഉന്തിയും തള്ളിയും കിണറ്റിലെ കാഴ്ച കാണാൻ തുടക്കപ്പെടുന്നു അല്ലേ? നമ്മുടെ അക്ബറാണ് മുഖ്യാതിഥി ഈ യോഗത്തിലെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിണറ്റിൽ ഈ പൂച്ച വീണ് വിവരറിഞ്ഞ് ആ യോഗത്തിന് വന്ന ആൾക്കാരും ആ നാട്ടുകാരും അയൽവാസികളൊക്കെ തന്നെ അക്ബറിൻ്റെ വീട്ടിലെത്തി കിണറ്റിൽ വീണ പൂച്ചയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിലൂടെ ആൾക്കാരുടെ ഒരു ജിജ്ഞാസയെ പറയണേ, നാട്ടിൽ എന്ത് സംഭവിച്ചാലും അവർക്കെന്ത് പറ്റി, എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയുന്ന ആൾക്കാരില്ലേ, എല്ലാ വിവരങ്ങളും അറിയേണ്ട ആൾക്കാർ, അവരെയൊക്കെയാണ് ഈ വരിയിലൂടെ പരിഹസിക്കുന്നത്. കുട്ട കുറച്ചുകൂടി പൂച്ചക്കടുത്തേക്ക് പിടിക്കുക ആൾക്കാർ പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ ആരോ പറഞ്ഞു, ആ കുട്ട പൂച്ചയുടെ അടുത്തേക്ക് പിടിക്കാൻ ആൾക്കാർ പറഞ്ഞു. അതുവരെ കുട്ടയും ചുഴറ്റി വിഷമിച്ചു നിൽക്കുകയായിരുന്ന ഖാദർക്കൊക്കെ അതൊരു പിടിവള്ളിയായി. എന്നാൽ നീയൊന്ന് പിടിച്ചു നോക്ക്. ഖാദർ കയർ കുഞ്ഞിക്കണാരന് കൈമാറി. അടുത്ത കഥാപാത്രം മക്കളെ കുഞ്ഞിക്കണാരൻ അല്ലേ? ഈ അഭിപ്രായം പറയുന്ന ആൾക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം ഈ ഖാദർ ഈ ഖാദറെ പിടിച്ച് പൂച്ചയുടെ അടുത്തേക്ക് ആക്കി. അപ്പോൾ അവിടെ നിന്ന് കണാരേട്ടൻ പറയാണ്, കുഞ്ഞിക്കണാരൻ പറയാണ്, ഖാദറെ ആ കുട്ട കുറച്ചും കൂടി പൂച്ചയുടെ അടുത്താക്ക്. ഇപ്പോൾ ഖാദറിന് ദേഷ്യം പിടിച്ചു. ഖാദർ പറഞ്ഞു, നിജ്ജ് വന്ന് ഉണ്ടാക്ക്, ഞാനിവിടെ പൂച്ചനെ പിടിക്കുമ്പോൾ നീ അവിടെ വിവരം പറഞ്ഞുകൊടുക്കുക. ഖാദർ കുഞ്ഞിക്കണോട് പറയാണ്, എന്നാൽ നീ ഒന്ന് പിടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇട്ട് കൊടുത്താൽ പൂച്ച കയറും, ആരോ വിളിച്ചു പറഞ്ഞു അല്ലേ? കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇട്ടാൽ പൂച്ച ആ കുട്ടയിൽ കയറുമെന്ന് ആരോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. പൂച്ചക്ക് മീനും ചോറൊക്കെ ഇഷ്ടമാണല്ലേ? ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയാൽ മതി, അതാ നല്ലത്, മറ്റൊരാളുടെ വക. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ചോറും മീനിട്ടാൽ കുട്ടയിൽ എന്ത് കയറും? പൂച്ച കയറും. മറ്റൊരാൾ പറഞ്ഞു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയാൽ മതി, അപ്പോൾ പൂച്ച കയറും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരുടെ എന്തൊക്കെയോ സംഭവിച്ചാൽ ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയും. അത്തരത്തിൽ ആൾക്കാരെ കുറിച്ചും ഇവിടെ പ്രകടമായി അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ താൻ പോയി എലിയെയും പിടിച്ചു വാടോ അല്ലേ? സാംസ്കാരിക സമ്മേളനം സമയത്തിൽ തുടങ്ങാനാവാത്തതിൽ ഏറെ അസ്വസ്ഥപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു. ഇപ്പോൾ മാനേജർ ദേഷ്യം പിടിച്ചു, കാരണം ഈ ഗാനമേള തുടങ്ങണമെങ്കിൽ ഈ സാംസ്കാരിക പരിപാടി കഴിയണം. ഈ പരിപാടി കാണേണ്ട ആൾക്കാരും ഇതിലെ മുഖ്യാതിഥിയായ അക്ബറും എല്ലാം തന്നെ ഈ കിണറ്റിൽ വീണ പൂച്ച രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആൾക്കാർ പറയാം ചോറും മീനും കൊടുക്കുക, എലിയെ പിടിക്കാൻ നോക്കുക. അപ്പോൾ മാനേജർക്ക് ടെൻഷനായി, ഗാനമേള വൈകൂലേ? അപ്പോൾ മാനേജർ പറഞ്ഞു താൻ പോറ്റുന്ന എലിയെ പിടിച്ചിട്ട് വാടാമെന്ന് ദേഷ്യം പിടിച്ച് പറഞ്ഞു. ഇത് ആൾക്കാരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെയും അറിവുകളെയും അഭിപ്രായങ്ങളെയും ഇവിടെ പ്രകടമായി കാണുന്നുണ്ട്. സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ. അതിനുശേഷം ഇന്ന് തന്നെ മറ്റൊരു പ്രോഗ്രാം ഉണ്ട് അല്ലേ? സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ. അതിനുശേഷം വേറെ പ്രോഗ്രാം ഉണ്ട് എന്നാണ് ഈ ഗാനമേള മാനേജർ പറയുന്നത്. കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും ഒന്ന് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കൂട്ടിലിട്ടാൽ നമുക്ക് വേഗം സമ്മേളനം നടത്താം അല്ലേ? കിണറ്റിൽ ആരെങ്കിലും ഇറങ്ങിയിട്ട് ആ പൂച്ചയെ പിടിച്ചൊന്ന് കുട്ടയിലിട്ടാൽ നമുക്ക് വേഗം പരിപാടി തുടങ്ങാമെന്ന് കാസിം അനന്തനോട് അടക്കം പറഞ്ഞു. അപ്പോൾ കാസിം അനന്തനോട് പറഞ്ഞു, ആരെങ്കിലും കിണറ്റിൽ ഇറങ്ങിയിട്ട് ആ പൂച്ചനെ പിടിച്ചൊന്ന് രക്ഷിച്ചാൽ പോരെ എന്ന് കാസിം അനന്തനോട് സ്വകാര്യമായി പറയാണ്. വീണ്ടും കാസിമും അനന്തനും ബാബുവും സജീവമാകുകയാണ്. വീണ്ടും കാസിമും അനന്തനും ബാബുവും ഒക്കെ സജീവമായിട്ട് ഈ പൂച്ചയെ പിടിക്കാൻ തുടങ്ങി. അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി പൂച്ചയുടെ എതിർദിശയിലെ പടവിൽ ഇറങ്ങി നിന്നു. അങ്ങനെ അനന്തൻ കിണറ്റിലിങ്ങനെ ഇറങ്ങി ഒരു കയറ് കെട്ടിയിട്ട് ഒരു കയറ് ഇങ്ങനെ കെട്ടി കുടുക്കുമായിട്ട് അനന്തൻ ഇങ്ങനെ ഇറങ്ങിയാണ് ആ കിണറ്റിൻ്റെ ഉള്ളിലേക്ക്, പൂച്ചയുടെ അടുത്തേക്ക്. അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമായി എറിയുകയാണ്. അങ്ങനെ പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമായിട്ട് അനന്തൻ ആ ഒരു കിണറ്റിൽ ഇറങ്ങിയിട്ട് ആ കയറിൻ്റെ കുടുക്ക് പൂച്ചയുടെ കഴുത്തിലേക്ക് എറിഞ്ഞു. പൂച്ച ഒറ്റച്ചാട്ടം, പേടിച്ചരണ്ട അനന്തനും വെള്ളത്തിൽ. അങ്ങനെ പൂച്ച അവിടെ നിന്ന് ചാടി. പെട്ടെന്ന് അനന്തനും പൂച്ചയും കൂടി എവിടേക്ക് വീണു? വെള്ളത്തിലേക്ക് വീണു. ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ. അങ്ങനെ അനന്തൻ കിണറ്റിലേക്ക് ഇറങ്ങി പൂച്ച രക്ഷിക്കാൻ വേണ്ടി കയറുമായിട്ട്. അങ്ങനെ പൂച്ച അനന്തനും ഇറങ്ങി ചാടിയപ്പോൾ പൂച്ചയും അനന്തനും കൂടി കിണറ്റിൽ വെള്ളത്തിൽ വീണു. അവർ രണ്ടാളും അവിടെ നിന്ന് രക്ഷിക്കണേ എന്ന് കിടക്കുകയാണ്. ഓക്കെ, ഒടുക്കം ധൈര്യം സംഭവിച്ച അനന്തൻ്റെ ശ്രമം സഫലമായി. കഴുത്തിൽ കുരുക്ക് വീണ പൂച്ച ഇതാ കുട്ടയിൽ. അങ്ങനെ അനന്തൻ രണ്ടു കൽപ്പിച്ച് പൂച്ചയെ പിടിച്ച് ആ കയറിൽ കുരുക്കി പൂച്ചയെ കുട്ടിയിലേക്ക് മാറ്റി.
കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി മറഞ്ഞത് നിമിഷം കൊണ്ട് അല്ലേ. പെട്ടെന്ന് കാസിം ആ കയറ് വലിച്ച് പൂച്ചയെ കരക്കേക്ക് എത്തിച്ചു. പൂച്ച കരക്കെത്തിയതും എടുത്ത് ചാടി പുറത്തേക്ക് ഓടി. ആൾക്കാരൊക്കെ പേടിച്ചു. അയ്യോ, പൂച്ച രക്ഷപ്പെട്ട സന്തോഷത്തിൽ പൂച്ച കിണറ്റിലേക്ക് പുറത്തേക്ക് എത്തിയ ഉടനെ എടുത്ത് ചാടി എന്നാ പറയണേ. ആ ഭാഗത്ത് ജനം ഇളകി, ഒരരവ് മുറന്നു. ജനം ഇളകി, ആനന്ദൻ ആനന്ദൻ, കാസിം കാസിം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ജയ് വിളിക്കാൻ തുടങ്ങി. ആൾക്കാർക്ക് സന്തോഷമായി, പൂച്ച രക്ഷിച്ചല്ലോ. പൂച്ച കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ പൂച്ച രക്ഷിച്ചു, ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങി. കാസിമും അനന്തനും വാട്ടർ ടാപ്പിനടുത്ത് ചെന്ന് കയ്യും കാലും മുഖവും കഴുകുകയാണ്. അങ്ങനെ കാസിമും അനന്തനും പൂച്ച രക്ഷിച്ചു. വീരശൂര പരാക്രമികളായി അവർ കയ്യും കാലമൊക്കെ കഴുകി. ബാബുവും ഈ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്. ബാബുവും കയ്യും കാലമൊക്കെ കഴുകുന്നുണ്ട് കൂടിയുന്ന ആൾക്കാരുടെ ഇടയിൽ. വെറുതെ ഒച്ച വയ്ക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ശരീര ശുദ്ധീകരണത്തിലാണ്. എന്നാൽ ഈ പൂച്ച രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ആൾക്കാർ വരെ, വെറുതെ സംസാരിച്ച് വെറുതെ ഇന്ന ആൾക്കാർ വരെ അവിടെ കൈ കഴുകാൻ തുടങ്ങി. ചില പണിയെടുക്കാത്ത ആൾക്കാരെ കുറിച്ച് ഇവിടെ പറയണേ. നിങ്ങളെല്ലാം യോഗ സ്ഥലത്തേക്ക് നടക്കി, ഞങ്ങൾ ഇപ്പം വരാം, തോർത്തുകൊണ്ട് കൈ തുടക്കുന്നതിനിടയിൽ കാസിം പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയിക്കോളൂ, ഞങ്ങൾ ഇപ്പം വരാമെന്ന് ആ തോർത്തുകൊണ്ട് മുഖവും കൈയൊക്കെ തുടച്ചുകൊണ്ട് കാസിം പറഞ്ഞു. കാരണം അവിടെ യോഗ പരിപാടി നടക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരാണ് പൂച്ചയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയത്. ഇനി ഇവർ അങ്ങോട്ട് പോയാൽ മാത്രമേ പരിപാടി നടക്കൂ. അതുകൊണ്ട് കാസിം പറഞ്ഞു ഇനി എല്ലാവരും യോഗം നടക്കുന്ന പരിപാടിയിലേക്ക് പോയിക്കോളൂ, നമ്മൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങോട്ട് വരാമെന്ന് പറയാണ്. മുഴുവൻ ആളുകളും ഒഴിഞ്ഞു. അങ്ങനെ മുഴുവൻ ആളുകളും ഒഴിഞ്ഞ പരിപാടിയിലേക്ക് പോയി. കാസിമും അനന്തനും യോഗസ്ഥലത്തെത്തുമ്പോൾ വിജനമായ മൈതാന മധ്യത്തിൽ ഒരു പശുക്കുട്ടി അലയുന്നു. സ്റ്റേജിനടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റന്റും മാത്രം. അങ്ങനെ കാസിമും അനന്തനും കൂടി ആ യോഗം നടക്കുന്ന മൈതാനത്തിലേക്ക് എത്തി. ആ മൈതാനത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ എന്താ കണ്ടത്? അവിടെ കണ്ട കാഴ്ച സങ്കടമുള്ള കാഴ്ചയായിരുന്നു. അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു പശുക്കുട്ടിയും ആ സ്റ്റേജിനടുത്ത് ഈ മൈക്ക് ഓപ്പറേറ്റർ, സൗണ്ട് ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മനുഷ്യരും ഇല്ല. ഇപ്പോൾ കാസിം അനന്തനും ടെൻഷനായി. ഇതേമേ ഈ പരിപാടിയിലെ ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന് കാസിമും അനന്തനും ടെൻഷൻ അടിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കാസിമും അനന്തനും അന്തം വിട്ട് നിന്നു. ഈ മനുഷ്യന്മാരൊക്കെ എവിടെ പോയി എന്ന് ഓർത്ത് അന്തം വിട്ട് നിൽക്കുകയാണ്. കാസിമിൻ്റെ സംഭ്രാന്തിയോടെയുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു. ഇപ്പോൾ കാസിമിൻ്റെ സംഭ്രാന്തിയുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ മറുപടി പറഞ്ഞു. അല്ല, എവിടെയൊക്കെ ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ കാസിമിൻ്റെ ചോദ്യത്തിന് ആൾക്കാർ മറുപടി പറഞ്ഞു. കാസിം കാ, എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക അല്ലേ. കാസിം കാ, എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അങ്ങനെ ആ മൈക്ക് ഓപ്പറേറ്റർ പറയാണ്, കാസിം കാ, എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. ആ പൂച്ച വീണ കിണറ്റിലൊക്കെ ആൾക്കാർ ആ കിണറ്റിൽ വീണ പൂച്ചയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഈ പരിപാടി എന്തായി? പൊട്ടിപ്പോയി. അങ്ങനെ ഒരു പൂച്ച ഉണ്ടാക്കിയ ഒരു ബഹളമാണ്. ഒരു കിണറ്റിലൊരു പൂച്ച വീഴുകയും അവിടെ നിന്ന് ആൾക്കാർ മുഴുവൻ ആ പൂച്ച വീണ സംഭവം അറിഞ്ഞ് അവിടെ എത്തുകയും ചെയ്യുന്ന രസകരമായ ഒരു പാഠഭാഗമാണ് അക്ബർ കക്കട്ടിലിൻ്റെ എൻ്റെ പ്രിയ കഥകളിലെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാമെന്ന കഥ. സെറ്റല്ലേ മക്കളെ? കഥ സെറ്റല്ലേ? നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോകാം. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി നടന്നത്? തൊട്ടി കിണറ്റിലിട്ട് അതിനെ കരയ്ക്ക് കയറ്റാൻ നോക്കുകയും അല്ലേ, തൊട്ടി കിണറ്റിലിട്ട് അതിനെ കരയ്ക്ക് കയറ്റാൻ നോക്കുകയും കണ്ണാടി കൊട്ട കൊണ്ടുവരികയും കുടുക്കിട്ട് പൂച്ചയെ കയറ്റാനുമാണ് നോക്കിയത്. അപ്പം കണ്ണാടി കൊട്ട കൊണ്ട് പൂച്ചയെ പിടിച്ച് നോക്കാനും തൊട്ടി കിണറ്റിലിട്ട് പൂച്ച രക്ഷിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് പറയണേ. പിന്നെയോ, കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം എന്ത്? അല്ലേ, അക്ബറോട് ഉമ്മ പറയുന്നുണ്ട്, എടാ അക്ബറെ, കിണറ്റിൽ വീണ പൂച്ച രക്ഷിക്കണ്ടേ, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഉമ്മ എന്ത് പരിഹാരമാണ് പറയുന്നത്? പ്രസംഗത്തിന് ക്ഷണിക്കാൻ വന്ന കൂട്ടുകാരനോട്. ഏതൊക്കെ കൂട്ടുകാരൻ? കാസിമും അനന്തനും അല്ലേ. അപ്പോൾ അനന്തനും കാസിമും വേണ്ടി വന്ന അവസാനം പൂച്ച രക്ഷിക്കാൻ, അതാണ് ശരി. അപ്പോൾ ഉമ്മ പറയാണ്, പ്രസംഗത്തിന് ക്ഷണിക്കാൻ വന്ന കൂട്ടുകാരായ അനന്തനോടും കാസിമിനോടും ഉമ്മ പറയാണ് അല്ലേ ഈ പൂച്ച രക്ഷിക്കാൻ വേണ്ടി. അതാണ് ഉമ്മ കൊടുത്ത പരിഹാര മാർഗം. അടുത്ത ചോദ്യം, ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ്. പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം കണ്ടെത്തി എഴുതുക. എന്താണ് മക്കളുടെ സന്ദർഭം? രണ്ടുപേരും നീന്തുകയാണ്. ആരൊക്കെയാണ്? നമ്മുടെ അനന്തനും നമ്മുടെ പൂച്ചയല്ലേ. അപ്പം അനന്തൻ ഇങ്ങനെ ഒരു കയറും കെട്ടി കുരുക്ക് കെട്ടി കിണറ്റിലേക്ക് ഇറങ്ങി. പൂച്ച രക്ഷിക്കാൻ പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിട്ട് പൂച്ച രക്ഷിക്കാൻ വേണ്ടി അനന്തൻ കിണറ്റിലിറങ്ങിയാണ്. പക്ഷേ പൂച്ച അനന്തൻ നേർക്ക് ചാടി. അങ്ങനെ പൂച്ചയും അനന്തനും കൂടി കിണറ്റിൽ വെള്ളത്തിലേക്ക് വീണു. രണ്ടുപേരും ജീവന് വേണ്ടി ഇങ്ങനെ മല്ലിടുകയാണ്. തൊട്ടി കൊണ്ടു പൂച്ചയെ തല്ലുന്ന രീതിയിൽ അനന്തൻ ശ്രമം തുടങ്ങിയപ്പോൾ
പൂച്ച പിടഞ്ഞു വെള്ളത്തിൽ വീഴുകയും ആ വെപ്രാളത്തിൽ അനന്തനും വെള്ളത്തിലാവുകയും ചെയ്തു. രണ്ടുപേരും ഇപ്പോൾ നീന്തുകയാണ്. അങ്ങനെ തൊട്ടിയും കൊണ്ട് പൂച്ച രക്ഷിക്കാൻ പോയ അനന്തനും പൂച്ചയും കൂടി വെള്ളത്തിൽ വീണുവെന്ന ഈ സന്ദർഭം പറയണേ. അടുത്ത ചോദ്യം, ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. അതായത് നമ്മൾ സമൂഹത്തിൽ ദുർബലരായ, ശക്തിയില്ലാത്ത പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതെ. ഈ കഥയിൽ അതെങ്ങനെയാണ് വ്യക്തമാകുന്നതെന്നാണ് ചോദ്യം. നോക്കാം. അനുതാപം, അതായത് കരുണ. അനുതാപം ആവശ്യമുള്ളവർക്ക് അനുതാപപൂർവം, കാരുണ്യപൂർവം ഉള്ള പരിഗണന ആവശ്യമാണ്. ഇത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പൂച്ച ഒരു നിസ്സാര ജീവിയാണെങ്കിൽ പോലും അതിൻ്റെ ജീവനും വിലയുണ്ട്, അല്ലെ? പൂച്ച ഒരു നിസ്സാര ജീവിയാണ്, പക്ഷേ അതിൻ്റെ ജീവന് വലിയ വിലയുണ്ട് എന്ന് പറയുന്നു എന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കുകയും അതിനെ രക്ഷപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്തു. അതായത് പൂച്ച ഒരു ചെറിയ ജീവിയാണ്. ആ പൂച്ചയെ സഹായിക്കേണ്ടതും ഉത്തരവാദിത്തോടെ പെരുമാറേണ്ടതും മനുഷ്യൻ്റെ കടമയാണ്. അത് പൂച്ച ഒരു ജീവനാണ്, അതൊരു മനുഷ്യനല്ലെങ്കിൽ പോലും ആ ജീവനെ പോലും സ്നേഹത്തോടെ കാരുണ്യപൂർവ്വം രക്ഷിക്കണം ഉത്തരവാദിത്തമാണ്, കരുണയാണെന്ന് പറയുന്ന വലിയൊരു സന്ദേശം ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട് എന്നാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം, യൂണിറ്റിലെ പാഠഭാഗങ്ങൾ വിലയിരുത്തി സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അല്ലേ? സാമൂഹിക പ്രശ്നങ്ങൾ, സമകാലിക, ഇന്നത്തെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ, ഇന്നത്തെ സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ ചോദ്യം വരും മക്കളെ. അപ്പോൾ നിങ്ങൾ എഴുതണം കേട്ടോ. നോക്കാം, നമുക്കൊരു മോഡൽ നോക്കാം. എല്ലാ കാര്യങ്ങളിലും പ്രഹസനം വെച്ചാൽ പ്രദർശനം, പ്രഹസനം മാത്രം നടത്തുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ചിന്തിച്ചു പ്രവർത്തിക്കേണ്ട നിസ്സാര കാര്യങ്ങൾ പോലും ബഹുജന പ്രഹസനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം സംഭവിച്ചാൽ അത് ആൾക്കാരുടെ മുമ്പിൽ പ്രഹസിപ്പിച്ച് വലിയ ഷോ കാണിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതൽ സമൂഹത്തിൽ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങൾ പ്രസംഗം പോലെ നിസ്സാരമല്ല എന്ന് തെളിയിക്കും, അല്ലേ? ലുക്കിലല്ല, വർക്കിലാ കാര്യം എന്ന് പറയുന്നു. തന്നെ കൊണ്ട് ഒരു സംസ്കാരം തന്നെ കെട്ടിയെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന പുരുഷ മേധാവികൾക്കും ഈ കഥ ഒരു പാഠമാണ് തെളിയിക്കുകയാണ് അക്ബർ കക്കട്ടിൽ തൻ്റെ നർമ്മബോധത്തിലൂടെ. പ്രസംഗം മാത്രം അറിയാൻ ചില ആൾക്കാർ, ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അത് പ്രവർത്തിക്കാൻ അറിയില്ല. അവർക്കൊരു മറുപടിയാണ് ഈ കഥ എന്ന് പറയുന്നത്. തമാശയിലൂടെയാണെങ്കിലും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിന് നേരെ അഴിച്ചുവിടുന്ന പരിഹാസമായാണ് കാണുന്നത്. പറയുന്ന കാര്യം തന്നെ സമൂഹത്തിലേക്കൊരു വിമർശനമായിട്ട് എത്തിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ അക്ബർ കക്കട്ടിലിന് കഴിയുന്നുണ്ട്. അതായത് ഇത്തരത്തിലൊരു ഉപന്യാസം ചോദിച്ചാൽ എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അതായത് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ ഇല്ലാതാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രഹസനം. ഈ പ്രഹസനം ഇല്ലാതാക്കിയേ പറ്റൂ. പിന്നെന്താണ്? സ്ത്രീ പീഡനം, സ്ത്രീകൾക്കെതിരെ അതിക്രമണം, മദ്യപാനം, ലഹരി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം എന്നൊക്കെ എൻ്റെ മക്കൾ ഉപന്യാസം എഴുതണം കേട്ടോ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ കാർട്ടൂണാണ്. ചിലപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ തരാം. ഒരു കാർട്ടൂൺ തരും, എന്നിട്ട് കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനും ചോദ്യം വരും. കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇന്നത്തെ സമൂഹത്തിൽ പ്രവൃത്തിയേക്കാൾ ഇപ്പം ഈ ഒരു കാർട്ടൂണിൽ എന്താ പറയണേ? ഈ കാർട്ടൂൺ നമുക്ക് കണ്ടാൽ അറിയാം. അവിടെ മൈക്ക് ഓപ്പറേറ്ററും പിന്നെന്താണ് കാസ്യവും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കാർട്ടൂണിൽ തരുന്ന ചിത്രം എന്താണ്? എന്ത് സമൂഹത്തിൽ പ്രവൃത്തിയേക്കാൾ കൂടുതൽ പ്രഹസനമാണ്. പ്രഹസനത്തിന് വേണ്ടി വഴിയരികിലും കവലകളിലും ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ പരിഹസിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ വഴിയരികിൽ ഒരുപാട് ആൾക്കാർ വെറുതെ പ്രസംഗിക്കുന്നുണ്ടാവില്ല, മൈക്കും പിടിച്ചുകൊണ്ട്, ഒരു കാര്യമില്ല. അപ്പോൾ അവരെ വിമർശിക്കുകയാണ്, പരിഹസിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ആര് ചെയ്യുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട ഒരു കാർട്ടൂണിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഏത് പഠിച്ചു? കിണറ്റിൽ അകപ്പെട്ട പൂച്ച എങ്ങനെ കയറ്റാമെന്ന ഒരു പാഠം പഠിച്ചു. അക്ബർ കക്കട്ടിലിൻ്റെ ഒരു പൂച്ച കൊണ്ടുവന്ന അമിളി ഒരു നാട് മുഴുവൻ ഒരു പരിപാടിക്ക് യോഗത്തിന് പങ്കെടുക്കാതെ എഴുത്തുകാരൻ്റെ അക്ബർ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. ഈ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഈ പൂച്ചയെ ആൾക്കാരൊക്കെ കൂടി പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ചിലർക്കൊന്നും അറിയില്ല, ചിലർക്ക് എങ്ങനെയാണ് ഈ പൂച്ച രക്ഷിക്കേണ്ടത് പോലും അറിയില്ല. അഭിപ്രായം മാത്രമേ ഉള്ളൂ, അല്ലേ? സംസാരം മാത്രമേ ഉള്ളൂ, പ്രഹസനം, ഷോ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ ഇവിടെ വിമർശിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എഴുത്തുകാരൻ അക്ബർ കക്കട്ടിൽ, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ മാത്രമേ അറിയുള്ളൂ, ബാക്കി ഒരു കാര്യം അറിയില്ല. ഈ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ ശക്തി കൂടി ഈ കഥയിൽ പറയുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു പ്രശ്നം നടന്നാൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെയും കൂടി കഥയിലൂടെ എഴുത്തുകാരെ വിമർശിക്കുന്ന അത്തരത്തിൽ
ഒരു കിണറ്റിൽ വീണ പൂച്ച കൊണ്ടുവരുന്ന കാര്യങ്ങൾ, കിണറ്റിൽ വീണ പൂച്ച കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ എഴുത്തുകാരൻ്റെ വീട്ടിലെ കിണറ്റിൽ വീണ പൂച്ചയെ കാണാൻ വരുന്നുണ്ട്. അത്തരത്തിൽ കിണറ്റിൽ വരുന്ന പൂച്ചയും ആ പൂച്ച രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്ന ശ്രമങ്ങളും അതിലൂടെയുള്ള ചിരികളും തമാശകളും തിരിച്ചറിവുകളും ഒക്കെയാണ് നമ്മുടെ അക്ബർ കക്കട്ടിലിൻ്റെ ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പം നന്നായി പാഠം പഠിക്കുക, എക്സാമിന് കിടില മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ ബൈ.